സ്വർണ്ണ കവർച്ച കേസ് അട്ടിമറിക്കപ്പെടുന്നതായി ആരോപിച്ചാണ് യുവമോർച്ച പ്രവർത്തകർ അതിശക്തമായ പ്രതിഷേധം കോഴിക്കോട് നടത്തുന്നത്. കോഴിക്കോട് കളക്ടറേറ്റിലേക്കാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഒപ്പം തന്നെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റ് വൈകുകയാണ്. ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അന്വേഷണമില്ല എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് യുവമോർച്ച പ്രവർത്തകരുടെ അതിശക്തമായ പ്രതിഷേധം. അനഘ ഹർഷനുണ്ട് അവിടെ. അനഘ, തുടർച്ചയായി ജലപീരങ്കി പ്രയോഗം, അവിടെ ജലപീരങ്കി പ്രയോഗത്തിൽ പ്രവർത്തകർക്ക് പരിക്കേറ്റു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എന്താണ് നിലവിലത്തെ സാഹചര്യം? രാഖി, പ്രതിഷേധിച്ച യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ തുടർച്ചയായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഈ ജലപീരങ്കി പ്രയോഗത്തിൽ പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ യുവമോർച്ച പ്രവർത്തകനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള യുവമോർച്ച പ്രവർത്തകർ ഈ കളക്ടറേറ്റിന് മുന്നിലുള്ള റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലുള്ള ഒരു അടിച്ചമർത്തലാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ ഭാഗത്തേക്കുള്ള വാഹനങ്ങളെല്ലാം നിർത്തിവെച്ചുകൊണ്ട് പോലീസ് നിർത്തിവെച്ച് റോഡിൽ കുത്തിയിരുന്ന് അതിശക്തമായ പ്രതിഷേധമാണ് യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രവർത്തകർ ഈ ജലപീരങ്കി പ്രയോഗത്തിൽ ശാരീരികമായി പരിക്കേറ്റ പ്രവർത്തകർ ഈ റോഡിൽ കിടക്കുകയാണ്. അവരെ കിടത്തിക്കൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു കരുണയുമില്ലാത്ത അതിക്രൂരമായിട്ടുള്ള നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. തുടർച്ചയായ 7-ലധികം വട്ടം ഈ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് ഈ പ്രതിഷേധത്തെ അടിച്ചമർത്താനുള്ള നീക്കം പോലീസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ നിരവധി പോലീസുകാർ ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട്. വാഹനം ഇവിടെ റോഡിന്റെ നടുവിൽ ഇറങ്ങിക്കൊണ്ട് പ്രതിഷേധം വ്യാപിപ്പിക്കുകയാണ് യുവമോർച്ച പ്രവർത്തകർ. ഇപ്പോൾ പോലീസ് ഈ പരിസരത്തേക്ക് എത്തുന്നുണ്ട്. ഈ റോഡ് മുഴുവൻ ഉപരോധിക്കാനാണ് ഈ യുവമോർച്ച പ്രവർത്തകരുടെ നീക്കം. ആ രീതിയിലുള്ള ഇടപെടലാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അതിൽ ഇവിടുത്തെ ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ വലതുപക്ഷത്തിനും കോൺഗ്രസിനുമുള്ള പങ്ക് അത് അന്വേഷിക്കണം. അതിൽ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണം. എന്താണ് കോൺഗ്രസ് നേതാക്കൾക്കടക്കം ഈ കേസിലുള്ള പങ്ക്, അതും കൃത്യമായി അന്വേഷിക്കപ്പെടണം. അതിൽ പ്രതിഷേധിച്ചാണ് യുവമോർച്ച പ്രവർത്തകർ, യുവമോർച്ച കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്നത്. പ്രതിഷേധക്കാർ തന്നെ പറയുന്നത് ഈ പോലീസ് ഇത്തരത്തിൽ ഈ പ്രതിഷേധത്തെ അടിച്ചമർത്താനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം അത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഈ രീതിയിലുള്ള പ്രതിഷേധിച്ച തങ്ങളെ ഈ രീതിയിൽ എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രവർത്തകർ ഇവിടെ നിന്ന് ഈ ജലപീരങ്കി പ്രയോഗിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകും എന്നായിരുന്നു പോലീസ് കരുതിയത്. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. ഈ പ്രതിഷേധം അവിടെ നിന്ന് കളക്ടറേറ്റിന് മുന്നിലുള്ള റോഡിലേക്ക് മാറ്റി അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് യുവമോർച്ചയുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ റോഡിന് ഇരുവശത്തും പോലീസ് സന്നാഹം ഇവിടെ നിന്ന് പിടിച്ചു മാറ്റാനുള്ള ഒരു പോലീസ് സന്നാഹം ഇവിടെ മുഴുവൻ തടിച്ചു കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെയൊക്കെ തന്നെ നിരവധി തവണ ജലപീരങ്കി ഈ പ്രവർത്തകർക്ക് നേരെ പോലീസ് പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പോലീസിന്റെ ഈ നടപടിയിൽ കൂടി പ്രതിഷേധിച്ചാണ് യുവമോർച്ച പ്രവർത്തകർ ഈ പ്രതിഷേധം ഈ കളക്ടറേറ്റിന് മുന്നിലുള്ള റോഡിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ റോഡ് ഉപരോധിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. രാഖി, കോഴിക്കോട് അതിശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ് യുവമോർച്ച. കോഴിക്കോട് കളക്ടറേറ്റിലേക്കാണ് യുവമോർച്ചയുടെ മാർച്ച് നടന്നത്. എന്തായാലും ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വലിയൊരു പോലീസ് സന്നാഹം തന്നെ അവിടെയുണ്ട്. പ്രതിഷേധക്കാരെ അവിടെ നിന്ന് നീക്കം ചെയ്യാനായി 7 തവണയിലേറെയാണ് ജലപീരങ്കി പ്രയോഗം പോലീസ് നടത്തിയത്. ജലപീരങ്കി പ്രയോഗത്തിൽ പരിക്കേറ്റവരുമായി യുവമോർച്ച പ്രവർത്തകർ അവിടെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. റോഡ് ഉപരോധിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പോലീസ് അവരെ അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രതിഷേധക്കാരോട് അവിടെ നിന്ന് മാറണമെന്ന് പോലീസ് ആവശ്യപ്പെടുകയാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയിലാണ് യുവമോർച്ചയുടെ പ്രതിഷേധം. നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ കടകംപള്ളി സുരേന്ദ്രന്റെ പങ്ക് ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചയായതാണ്. എന്നിട്ടും ഒരു അറസ്റ്റ് ഉണ്ടായില്ല. എന്തിനേറെ പറയുന്നു, തുടർച്ചയായി ചോദ്യം ചെയ്യൽ പോലും ഉണ്ടായില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. യുവമോർച്ച പ്രവർത്തകരെ ബലപ്രയോഗത്തിലൂടെ പോലീസ് അവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ്. കോഴിക്കോട് കളക്ടറേറ്റിലേക്കാണ് യുവമോർച്ച പ്രവർത്തകരുടെ മാർച്ച് നടന്നത്. യുവമോർച്ച പ്രവർത്തകരെ അവിടെ നിന്ന് ബലപ്രയോഗത്തിലൂടെ പോലീസ് നീക്കുന്ന ദൃശ്യങ്ങളാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയിലാണ് യുവമോർച്ചയുടെ അതിശക്തമായ പ്രതിഷേധം
ഇരമ്പുന്നത്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാത്തതിലും കോൺഗ്രസ് പ്രവർത്തകരെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാത്തതിലും പ്രതിഷേധിച്ചാണ് അതിശക്തമായ പ്രതിഷേധം യുവമോർച്ച സംഘടിപ്പിച്ചത്. കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയ യുവമോർച്ച പ്രവർത്തകരെ ബലപ്രയോഗിച്ച് പോലീസ് അവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ്. പക്ഷേ യുവമോർച്ച പ്രവർത്തകർ പിന്മാറാൻ തയ്യാറല്ല. കാട്ടുവള്ള പിണറായി അടക്കമുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തി യുവമോർച്ച പ്രവർത്തകർ അതിശക്തമായ പ്രതിഷേധം ഉയർത്തുകയാണ്. അനഘ ഹർഷനിലേക്ക് പോകുന്നു. അനഘ കേൾക്കുന്നുണ്ടോ? അതിശക്തമായ പ്രതിഷേധം യുവമോർച്ച പ്രവർത്തകർ നടത്തുമ്പോൾ അവർ പിന്മാറാൻ തയ്യാറല്ല. പോലീസ് ബലപ്രയോഗത്തിലൂടെ അവരെ അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമത്തിലാണ്. എങ്ങനെയാണ് അവിടുത്തെ നിലവിലത്തെ സാഹചര്യം? പോലീസ് ബലം പ്രയോഗിച്ച് പ്രതിഷേധിച്ച പ്രവർത്തകരെ പിടിച്ചും സമരസ്ഥലത്ത് നിന്ന് പിടിച്ചു മാറ്റാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡിൽ ഉപരോധിച്ച യുവമോർച്ച പ്രവർത്തകരെയാണ് പോലീസ് ഒരു നയമില്ലാതെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ച് കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു തരത്തിലും ഈ റോഡിൽ നിന്ന് തങ്ങളുടെ പ്രതിഷേധത്തിൽ നിന്ന് തങ്ങൾ പിന്മാറില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമാണ് യുവമോർച്ച പ്രവർത്തകർ നടത്തുന്നത്. ഈ യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വരുൺ പ്രസാദിനെയാണ് ഇപ്പോൾ പോലീസ് ഇവിടെ നിന്ന് റോഡിൽ നിന്ന് പിടിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തുന്നത്. തങ്ങളുടെ പ്രതിഷേധം, ആ പ്രതിഷേധത്തിൽ നിന്ന് ഒരു രീതിയിലും തങ്ങൾ പിന്നോട്ട് പോകില്ലെന്ന് പറഞ്ഞുകൊണ്ട് റോഡിന് മധ്യത്തിൽ ഇരുന്നു കൊണ്ട് തങ്ങളുടെ പ്രതിഷേധം, അതിശക്തമായ പ്രതിഷേധമാണ് യുവമോർച്ച ഇവിടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇപ്പോൾ യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വരുൺ പ്രസാദിനെ ഈ റോഡിൽ നിന്ന് പോലീസ് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. നിരവധി പോലീസുകാർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. തങ്ങളുടെ സമാധാനമായി പരമായി പ്രതിഷേധിച്ച കടകംപള്ളി അതിശക്തമായ പ്രതിഷേധമാണ്. കോഴിക്കോട് യുവമോർച്ച പ്രവർത്തകരെ ശക്തമായ ബലപ്രയോഗത്തിലൂടെ പോലീസ് അവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ്. മനുപ്രസാദിനെ അടക്കം അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുന്ന ദൃശ്യങ്ങളാണ്. യുവമോർച്ച പ്രവർത്തകരുമായി വലിയ രീതിയിലൊരു ഏറ്റുമുട്ടൽ പോലീസ് നടത്തുന്നുണ്ട്. അനഘ, അവിടെ സംഘർഷ സാധ്യതയാണോ? രാഖി, പ്രദേശത്ത് സംഘർഷ സാധ്യതയാണ്. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വരുൺ പ്രസാദിനെ ഈ റോഡിൽ നിന്ന് പ്രതിഷേധിച്ച യുവമോർച്ച പ്രവർത്തകരെ നീക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അത് ബലപ്രയോഗത്തിലേക്ക്, ഒരു അടിപിടിയിലേക്കൊക്കെ കലാശിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. പോലീസ് സമാധാനപരമായി പ്രതിഷേധിച്ച തങ്ങളുടെ പ്രവർത്തകരോട് അതിക്രൂരമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അതിക്രൂരമായാണ് പ്രവർത്തകരോട് പെരുമാറുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ പ്രദേശത്തേക്ക് കൂടുതൽ പോലീസുകാർ എത്തിയിട്ടുണ്ട്. ഈ വരുൺ പ്രസാദിനെ പ്രദേശത്ത് നിന്ന് നീക്കാൻ ഈ പ്രതിഷേധിച്ച പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അതിക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ റോഡിൽ നിന്ന് ഈ പ്രവർത്തകരെ അതിബലം പ്രയോഗിച്ച് പോലീസുകാർ പിടിച്ച് ഈ വാഹനത്തിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡിൽ സമാധാനമായിരുന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരോടാണ് പോലീസ് ഈ രീതിയിലുള്ള നടപടി സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പ്രവർത്തകരെ ഈ വാഹനത്തിലേക്ക് കയറ്റുകയാണ് എന്നുള്ളതാണ്. മനുപ്രസാദിനെ അടക്കം സ്ഥലത്ത് നിന്ന് നീക്കുകയാണ് പോലീസ്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ്. യുവമോർച്ച പ്രവർത്തകരുടെ അതിശക്തമായ പ്രതിഷേധമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ, സംഘടിത കൊള്ളയിൽ അലയടിക്കുന്നത്. കോഴിക്കോട് കളക്ടറേറ്റിലേക്കായിരുന്നു യുവമോർച്ചയുടെ മാർച്ച്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റ് എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളതാണ് പ്രവർത്തകർ വീണ്ടും വീണ്ടും ചോദിച്ചത്. അത് അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസുകാരോടടക്കം അവർ ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. പ്രതിഷേധമാണ് പിണറായി ഗവൺമെന്റിനെതിരെയുള്ള പ്രതിഷേധമാണ്. പോലീസാണ്
ഇല്ലല്ല എവിടെ സ്വർണ്ണക്കള്ളം കൊള്ളത്തിലൊക്കെ നടക്കുമ്പോ നിങ്ങളെവിടെയാണോ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സമരം നടക്കുന്നത്. ഈ അഴിമതി ഭരണം തോന്നണം. പിണറായി വിജയൻ രാജിവെക്കണം. പിണറായി വിജയൻ ഗവൺമെന്റ് രാജിവെച്ചു പോകണം. നാണം കെട്ടൊരു പോലീസ്, ഒരു സംവിധാനമില്ലാത്ത പോലീസ്. ഹലോ, അതിശക്തി പരിസരത്ത് നിന്ന് പോലീസ് ബലം പ്രയോഗിച്ച് പ്രതിഷേധിച്ചവരെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. മറ്റൊരു പ്രതിഷേധത്തിലും ഉണ്ടാകാത്ത രീതിയിലായിരുന്നു യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധത്തിനോട് പോലീസ് കാണിച്ചത്. കാരണം 7-ലധികം തവണ തുടർച്ചയായി ഈ ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം, ഈ ജലപീരങ്കി പ്രയോഗത്തിൽ പ്രവർത്തകർക്കടക്കം പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം നേരെ പ്രവർത്തകർ റോഡിലിരുന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഈ കുത്തിയിരുന്ന പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അവർക്ക് മർദ്ദനമേൽക്കുന്ന സാഹചര്യം പോലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിലായിരുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഷേധമുണ്ടായിരുന്നത്. ഇവിടെയായിരുന്നു പോലീസ് ഈ പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നത്. അതിനുശേഷം പോലീസ് യാതൊരു ദാക്ഷിണ്യമില്ലാതെ മറ്റൊരു പ്രതിഷേധക്കാരോടും കാണിക്കാത്ത രീതിയിലായിരുന്നു ഈ പ്രവർത്തകരോട് പെരുമാറിയിരുന്നത്. അതിനുശേഷം റോഡിലിരുന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ആ റോഡിൽ നിന്ന് യുവമോർച്ച പ്രവർത്തകരെ അതിക്രൂരമായി, ഒരു രീതിയിലുള്ള ദാക്ഷിണ്യവും നൽകാതെ അതിക്രൂരമായി മർദ്ദിക്കുന്ന രീതിയിൽ ബലം പ്രയോഗിച്ചാണ് പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയത്. നിലവിൽ പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്ന് മാറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുക, അറസ്റ്റ് ചെയ്യുക മാത്രമല്ല ഈ കേസിൽ കോൺഗ്രസ് നേതാക്കൾക്കുള്ള അടൂർ പ്രകാശനടക്കമുള്ള പങ്ക് അത് പരിശോധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് നേതാവായിട്ടുള്ള സോണിയാഗാന്ധിയുടെ അതീവ സുരക്ഷയുള്ള വസതിയിൽ എങ്ങനെയാണ് ഈ കേസിലെ സ്വർണം കട്ട ഗോവർദ്ധൻ, അതുപോലെ തന്നെ പോറ്റി, ഈ 2 പേർക്കൊപ്പം ഈ കോൺഗ്രസ് നേതാക്കൾ നിൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ പരിശോധിക്കണം. ഇടത് വലത് മുന്നണികൾക്ക് ഈ സ്വർണ്ണക്കൊള്ളയിൽ എന്താണ് പങ്ക്, അവരുടെ പങ്ക് കൃത്യമായി അന്വേഷിക്കണം. ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഈ കളക്ടറേറ്റ് പരിസരത്ത് ഈ രീതിയിലുള്ള പ്രതിഷേധം നടന്നിരിക്കുന്നത്. ഇതൊരു സൂചന മാത്രമാണ്. ഈ പ്രതിഷേധം വെറും ഒരു സൂചന മാത്രമാണ്. അതിശക്തമായ പ്രതിഷേധം ഇനി വരും ദിവസങ്ങളിൽ അത് തന്നെയാണ്. വരും ദിവസങ്ങളിൽ അതിശക്തമായ ഒരു പ്രതിഷേധം തന്നെ പ്രതീക്ഷിക്കാം. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അട്ടിമറി നടക്കുന്നതായി ആരോപിച്ചായിരുന്നു യുവമോർച്ചയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിൽ മാർച്ച് നടന്നത്. അതിൽ പോലീസ് കാടത്തം നടന്നു. യുവമോർച്ച പ്രവർത്തകരെ അതിക്രൂരമായാണ് പോലീസ് മർദ്ദിച്ചത്.